إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. بلغ الرسالة، أدى الأمانة، ونصح الأمة، وجاهد في سبيل الله حق جهاده حتى أتاه اليقين. اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم، وصدق رسوله النبي الأمين، ونحن على ذلك من الشاهدين الشاكرين. ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ എങ്ങനെയായിരുന്നു നോമ്പ് നോറ്റിരുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മളിപ്പോ റജബ് കഴിഞ്ഞ് ശഅബാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശഅബാനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ذلك الشهر يغفل الناس عنه. ശഅബാൻ എന്ന് പറയുന്നത് ആ മാസം ജനങ്ങൾ അതിനെ കുറിച്ച് അശ്രദ്ധരാണ്. ബൈന റജബിൻ വ റമളാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് പ്രവാചകൻ പറയുന്നുണ്ട് വഹുവ ശഹറുൻ തുർഫഉ ഫീഹി അൽഅഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും തിങ്കളും വ്യാഴവുമാണ് നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതെങ്കിൽ ഒരു വർഷത്തെ നമ്മുടെ മുഴുവൻ അമലുകളും അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസം നോമ്പെടുത്തിരുന്നു. കാരണം ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും.
കഴിഞ്ഞ റമദാൻ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ കഴിഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. ഈ ഒരു കാലയളവിൽ കഴിഞ്ഞ റമദാനിനെ നമ്മുടെ മേൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് അതിലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് സ്വയം വിചിന്തനം ചെയ്ത് നോക്കണം. നമ്മളൊന്ന് സ്വന്തത്തെ ഹിസാബ് ചെയ്ത് നോക്കണം. നമ്മുടെ പൂർവികരായിട്ടുള്ള സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കണം. ഇമാം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ രാത്രി നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നു, യാ അമീറൽ മുഅ്മിനീൻ സൗമുൻ ബിന്നഹാർ വസഹ്റുൻ ബില്ലൈൽ വതഅബുൻ ഫീമാ ബൈന ദാലിക്. യാ അമീറൽ മുഅ്മിനീൻ, രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള നമസ്കാരം, പകൽ മുഴുവൻ നോമ്പും, അതിനിടയിൽ ഇങ്ങനെ വിശ്രമമില്ലാത്ത കഷ്ടപ്പാടും, എന്തിനാണ് ഇതെല്ലാം എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു തിരികെ നൽകുന്ന മറുപടി എന്ന് പറയുന്നത്, സഫറുൽ ആഖിറത്തി തവീൽ, സഫറുൽ ആഖിറത്തി തവീൽ വയഹ്താജു ഇലാ ഖിത്അത്തിൻ ബിസൈരിൽ ലൈൽ. അഥവാ ആഖിറത്തിലെ യാത്ര എന്ന് പറയുന്നത് വളരെ ദീർഘമാണ്. നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ അസ്സഫറു തവീൽ വസ്സാദു ഖലീൽ, യാത്ര എന്ന് പറയുന്നത് വളരെയധികം ദീർഘമുള്ളതാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ ആ യാത്രക്കുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു യാത്രക്ക് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ ആ യാത്രയുടെ ദൈർഘ്യമനുസരിച്ചാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഒരുക്കങ്ങളും നടത്തുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെയല്ല മറ്റൊരു അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പ്. എന്നാൽ നമ്മുടെ ജീവിതത്തില് മരണത്തിന് ശേഷമുള്ള വലിയൊരു യാത്രയായ ആഖിറത്തിന് നമ്മൾ എത്രമാത്രം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നമുക്കറിയാവുന്നത് പോലെ തന്നെ നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഹദീസുകളിൽ ഭൂരിഭാഗവും അദ്ദേഹമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഹദീസിന്റെയും ഒരു വിഹിതം, അതിന്റെ ഒരു ഹഖ്, അതെത്തുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. എത്രമാത്രം അജ്ർ അദ്ദേഹത്തിന് അതിലൂടെ ലഭിക്കുന്നുണ്ട്. എന്നിട്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അസ്സഫർ തവീൽ വസ്സാദു ഖലീൽ. സലഫ് സ്വാലിഹീങ്ങളെല്ലാം പ്രയാസപ്പെടുകയാണ്. ഇത്രമാത്രം അഅമാലുകൾ ഉണ്ടായിട്ടും, ഇത്രമാത്രം അമലുകൾ ചെയ്തിട്ടും, പ്രവാചകനോട് ഏറ്റവും അടുത്തവരായിട്ടും അവർക്ക് ആഖിറത്തിലെ യാത്രയെക്കുറിച്ച് ഭയമായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് എന്തുണ്ടായിട്ടാണ്, എന്ത് പ്രതീക്ഷയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. വകാന ബഅദു സലഫ് ഇദാ ഖീല ലഹും ഇത്തഖില്ലാ, സലഫുകളിൽ അധികം ആളുകളും അവരോട് അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, ഇത്തഖില്ലാ എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കാലുകൾ വിറക്കുമായിരുന്നു, അവരുടെ കൈകളിൽ എന്തായിരുന്നു ഉള്ളത് അത് നിലത്ത് വീഴുമായിരുന്നു. അത്രമേൽ അവരെ സ്വാധീനിച്ചിരുന്ന ഒരു കലിമത്താണ് ഇത്തഖില്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന് അതിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഖുർആൻ ചോദിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം അത്രമേൽ കഠിനമായോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംസാരമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു അഅമാലകും ഖബ്ല അൻ തുസനു വതഅഹബു ലിൽഅർദി الأكبر على الله فإن اليوم عمل ولا حساب فإن اليوم عمل ولا حساب وغدا حساب ولا عمل. പ്രിയമുള്ളവരെ, അയ്യുഹൽ മുഅ്മിനൂൻ, നമ്മൾ ആലോചിച്ച് നോക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട
ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകർ സ്വർഗ്ഗത്തിൽ ഒരു വീട്, ആ വീട് ആരുടെയാണ് ചോദിക്കുമ്പോൾ അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റേതാണെന്ന് പറയുന്ന അത്രമേൽ സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വിചാരണ ചെയ്യുക. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. വസിനു അഅമാലകും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ഒന്ന് തൂക്കി നോക്കണം. ഖബ്ല അൻ തുസനു, നിങ്ങളുടെ അമലുകൾ അല്ലാഹു തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം ഒന്ന് തൂക്കി നോക്കുക. ഫഇന്നൽ യൗം, കാരണം ഇന്ന് അമലുണ്ട്, വലാ ഹിസാബ്, അതിന് വിചാരണയില്ല. വഗദൻ, നാളെ ഹിസാബുൻ, അവിടെ വിചാരണയുണ്ട്. വലാ അമൽ, അവിടെ നമുക്ക് അമൽ ചെയ്യാനുള്ള അവസരമില്ല. അത്രമേൽ അവർ ഭയപ്പെട്ടിരുന്ന പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിചാരണയെ, ആഖിറത്തിനെ അത്രമേൽ ഭയപ്പെട്ടിരുന്ന സ്വഹാബത്തിന്റെ പിൻഗാമികളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൗലവി ഇടയ്ക്കിടയ്ക്ക് പാരായണം ചെയ്യുന്ന ആയത്താണ് യൗമഇദിൻ തുഅറദൂൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ഇതായിരുന്നു നമ്മുടെ സലഫ്, നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സന്ദർഭത്തിൽ രാത്രി ജനങ്ങളുടെ അവസ്ഥ അറിയുന്നതിന് വേണ്ടി അദ്ദേഹം നാട്ടിൽ ചുറ്റി നടക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ രാത്രി വിദൂരത്ത് ഒരു ടെന്റിൽ കുറച്ച് വെളിച്ചം അദ്ദേഹം കാണുകയാണ്. അവിടേക്ക് അദ്ദേഹവും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു സ്ത്രീ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് എന്താണ് ഈ കുട്ടികളുടെ അവസ്ഥ? അവിടെ കുറച്ച് കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട്, ചിലർ കരയുന്നുണ്ട്. അപ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട്, ഇതിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളം മാത്രമാണ്, ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തിരികെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഖലീഫ ഉമറിനെ നിങ്ങളെ കുറിച്ച് അറിയില്ലേ? അപ്പോൾ ആ സ്ത്രീ പറയുന്നത്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഞങ്ങളെ കുറിച്ച് അദ്ദേഹം അശ്രദ്ധനായിരിക്കുന്നു. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ ബൈത്തുൽ മാൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. കൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ആ ധാന്യത്തിന്റെ സഞ്ചിയം എടുത്ത് തോളിൽ വെച്ച് അങ്ങനെ നടക്കാൻ ഒരുങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രായമുണ്ട്, വൃദ്ധനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഞാൻ എടുക്കാം, അത് ആ സഞ്ചി ഞാൻ എടുക്കാം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഅൻത തഹ്മിലു വസ്ലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ഈ ചുമട് അത് വഹിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. അത്രത്തോളം ആഖിറത്തിനെ ഭയപ്പെട്ട സ്വഹാബത്ത് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. ഇതേ സ്വഹാബത്തിന്റെ കൂടെ, ഇതേ സിദ്ദീഖീങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരല്ലേ നമ്മൾ? അവർ ചോദിച്ച അതേ ഫിർദൗസ് തന്നെയല്ലേ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഫിർദൗസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും എല്ലാം ചോദിച്ച അതേ ഫിർദൗസ് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അവർ ചെയ്ത എന്ത് അമലാണ് നമ്മൾ ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, നാളെ അവരോടൊപ്പം ജന്നാത്തിൽ പ്രവേശിക്കാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത്? എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇവിടെ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്തിൽ ചോദിക്കുന്നത് പോലെ നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ളത്? ഒന്ന് തിരിഞ്ഞു നോക്കുക, എന്താണ് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്? നമ്മളെല്ലാവരും ദുനിയാവിന്റെ തിരക്കുകളിൽപ്പെട്ട് അതിലിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ തിരക്കുകൾ ഉണ്ടാകും? വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് പോലെ കുറെ തിരക്കുകൾ ഉണ്ടാകും, അശ്രദ്ധരായിരിക്കും. ഖബറിലെത്തുന്നത് വരെ ഈ തിരക്കുകളൊക്കെ ഉണ്ടാവും. കഫൻ പുടവക്ക് കീശയില്ലല്ലോ, അവിടേക്ക് ഇനി ഒരു മൊബൈൽ കൊണ്ടുപോകാനില്ലല്ലോ.
അവിടെ ഇനി മറ്റൊരു തിരക്കുകളും വരാനില്ലല്ലോ. പക്ഷേ മനസ്സിലാക്കണം, വഗദൻ ഹിസാബുൻ വലാ അമൽ, അവിടെ വിചാരണ മാത്രമേ ഉള്ളൂ. അവിടെ ഇനി ഒരു അമൽ ചെയ്യാനുള്ള അവസരമില്ല. ഖബറിൽ എത്തിയതിനു ശേഷം ഇനി ഒരു വിത്ർ നമസ്കരിക്കാൻ, ഇനി ഒരു ദുആ നമസ്കരിക്കാൻ, ഇനി ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനുള്ള ഒരു അവസരം ഇനി ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദിവസവും രാത്രി നമസ്കാരം കഴിഞ്ഞ്, വിത്ർ നമസ്കാരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ചെയ്ത സ്വന്തം അമലുകളെ വിചാരണ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്ന് എന്ത് മാറ്റം? അത്രമേൽ ഭയപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ യൗമിൻ അക്സർ മിൻ 70 മറ. ഞാൻ ഒരു ദിവസം അല്ലാഹുവിനോട് 70-ൽ കൂടുതൽ തവണ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. നാളെ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന പ്രവാചകർ അല്ലാഹുവിനോട് ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ. മഅസൂമികളിൽപ്പെട്ടവർ നമ്മൾ എത്ര ഒരു ദിവസം ഇസ്തിഗ്ഫാർ നടത്തേണ്ടി വരും? എത്ര തവണ നമ്മൾ ഒരു ദിവസം ഇസ്തിഗ്ഫാർ നടത്തേണ്ടി വരും? പ്രിയമുള്ളവരെ, ആ സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള ഓരോ സ്വഹാബിമാർക്കും ദിക്റുകളും അമലുകളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ മരണം വരെ പിന്നെ അമലുകൾ ചെയ്യുമായിരുന്നു, നിരന്തരമായി ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ ദിക്റുകളും എന്ത് പ്രയാസമാണുള്ളത് ആ ദിക്റുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമാക്കുന്നതിന്. ഒരു ദിവസം സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നത് മുതൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റത് മുതൽ അവസാനം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബിസ്മിക റബ്ബി വബഅതു ജംബി എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിക്കുന്നതിനിടയിൽ, അതിനിടയിൽ എത്രത്തോളം നമുക്ക് അല്ലാഹുവിനെ സ്മരിക്കാൻ കഴിയാറുണ്ട്? ചെറിയ കലിമത്തുകളാണ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ. നാവിന് ഒരു കനവുമില്ലാത്ത, എന്നാൽ മീസാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും എത്രയോ കനം തൂങ്ങുന്ന കലിമത്തുകൾ. എന്ത് പ്രയാസമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്? സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം, ചെറിയ ദിക്ർ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുവാൻ സാധിക്കും, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ എത്ര അമലുകളും അദ്കാറുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഹാദാ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമുക്ക് സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അതിനു വേണ്ട എല്ലാം നമ്മെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ദുനിയാവിന്റെ തിരക്കുകളിലൊക്കെ പെടുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അദ്ദുനിയാ മൽഊനത്തുൻ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് ശപിക്കപ്പെട്ടതാണ്. മൽഊനുൻ മാ ഫീഹാ, അതിലുള്ള എല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയില്ലാത്ത, അല്ലാഹുവിന്റെ സ്മരണ നമ്മളിൽ ഇല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ശപിക്കപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടിയുള്ളതാണ്. ദിക്റുല്ലാഹ്, ആരെങ്കിലും അതിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാവുക. ഇത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ. അവനെ നാളെ ഖിയാമത്ത് നാളിൽ കാഴ്ചയില്ലാത്തവനായി പുനർജനിപ്പിക്കുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ. ഈ ദുനിയാവിലെ ഈ സുഖ സൗകര്യങ്ങളെല്ലാം അത് നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് പോലെ ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദി വത്തയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനു, ഈ കാണുന്ന അലങ്കാരവും അല്ലാഹു നൽകിയ റിസ്ഖും അത് നമുക്കുള്ളത് തന്നെയാണ്. ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ ഖാലിസതൻ യൗമൽ ഖിയാമ, എന്നാൽ ഖിയാമത്ത് നാളിൽ അത് പ്രത്യേകിച്ച് നമുക്കുള്ളതാണ്. അല്ലാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ഭൂമിയിൽ ഈ സംവിധാനങ്ങളെല്ലാം
നമുക്ക് നൽകിയിട്ടുള്ളത് അത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ ദുനിയാവിൽ അത് മറ്റു വിശ്വാസികളല്ലാത്തവർ കൂടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർക്കത് കൂടുതലായി ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇത് യഥാർത്ഥത്തിൽ നമുക്ക് അവകാശപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഖിയാമത്ത് നാളിൽ അതിന്റെ അവകാശികൾ നമ്മൾ മാത്രമായിരിക്കും. പിന്നെ എന്തിനാണ് ഈ ദുനിയാവിന്റെ പിറകിലുള്ള ഓട്ടം? പ്രിയമുള്ളവരെ, റിസ്ഖിന്റെ പിന്നാലെ നമ്മൾ ഓടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം നമുക്കുള്ള റിസ്ഖ് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. ആ റിസ്ഖിലുള്ള ബർക്കത്തിനെയാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹറാമുകളെല്ലാം വളരെ ലാഘവത്തോടെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല സംവിധാനങ്ങളും, അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള സമൂഹമാണ് പലിശ തിന്നുന്നവർ എന്നുള്ളത്. ആ പലിശ ഇന്ന് വളരെ ലാഘവത്തോടു കൂടി നമ്മൾ അതിനോട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പലിശ തിന്നുന്നവരോട് അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് എത്രത്തോളം ഗൗരവത്തോടെയാണ് ഇസ്ലാം അതിനെ വിലക്കിയിട്ടുള്ളത്. ഇന്ന് പുതിയ സംവിധാനത്തിലൂടെ നമ്മൾ ഒരു EMI ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ ലോണിലൂടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ ഒരു ഹറാമിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനേക്കാൾ ഹൈറായിട്ടുള്ള മറ്റൊരു നൽകിക്കൊണ്ട് അവനെ ഉറപ്പായും അവനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് സാക്ഷിയാണ്. ആ സിനയിൽ നിന്ന്, ആ വ്യഭിചാരത്തിൽ നിന്ന് യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് കാവൽ തേടി മാറി നിന്നപ്പോൾ അള്ളാഹു മിസ്റിന്റെ അധികാരമാണ് യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലിശയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പലിശയില്ലാത്ത അവന്റെ ബർക്കത്തുള്ള മറ്റൊരു ബദൽ നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല ഹറാമിന്റെ അല്ലെങ്കിൽ ദീൻ വിലക്കിയിട്ടുള്ള, അല്ലാഹു വിലക്കിയിട്ടുള്ള സംഗതികളെ നമ്മൾ ലാഘവത്തോടെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം, ഇവിടെയുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും ഈ ഹറാമുകളിലേക്ക് നമ്മൾ അടുക്കുന്തോറും അല്ലാഹുവിൽ നിന്നും നമ്മൾ അകലുകയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മൾ പലരും ചോദിക്കുന്നതാണ്, ഈ ദീൻ ഇത്ര കുടിസാണോ, അല്ലെങ്കിൽ ഈ ദുനിയാവിൽ ഇത്രയും വിലക്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു തടവറ തന്നെയാണ്. അതുപോലെ തന്നെ കാഫിരീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗവുമായിരിക്കും. അഥവാ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് വെച്ചിട്ടുള്ള ഈ പരിധികളുണ്ടല്ലോ, ആ പരിധികളാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളായിക്കൊണ്ട് പൂർവികരായിട്ടുള്ള നമ്മുടെ സ്വഹാബത്തിന്റെയും താബിഈങ്ങളും ഏത് മാർഗത്തിലാണോ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതേ മാർഗത്തിലൂടെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അജ്മഈൻ വത്തഖുല്ലാഹ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും,
മൻ അഹബ്ബ ലിഖാ അല്ലാഹ് മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹുവിനെ കാണുന്നതിനെ അതിയായ ആഗ്രഹം വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെയും കാണാനുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്നു. നമ്മളെ അല്ലാഹു കാണണം എന്ന് അല്ലാഹു ആഗ്രഹം വെച്ച് പുലർത്തണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹം വെച്ച് പുലർത്തിയാൽ, അല്ലാഹു ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ വലിയ മറ്റൊരു അനുഗ്രഹമാണ് ലഭിക്കാനുള്ളത്. സ്വർഗത്തിലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് റുഅ്യത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട് വമൻ കരിഹ ലിഖാ അല്ലാഹ്, ഇനി ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ വെറുക്കുന്നുണ്ടെങ്കിൽ കരിഹ അല്ലാഹു ലിഖാഅഹു, അല്ലാഹു അവരെയും കാണാൻ വെറുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും ഇസ്ലാം വെക്കുന്ന പരിധികൾ അതിന്റെ ആ ജീവിതത്തിന്റെ മനോഹാരിതയായി മനസ്സിലാക്കിക്കൊണ്ട് നാളെ ആഖിറത്തിലേക്ക് നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നിരന്തരമായിട്ടുള്ള സ്വന്തത്തോടുള്ള വിചാരണ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആഖിറത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഈ ദുനിയാവിൽ ഏറ്റവും വലിയ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ നമ്മളും പെട്ടുപോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മരിക്കുന്നത് വരെ അദ്ദേഹം ഒഴിവാക്കാത്ത 3 ഇബാദത്തുകളെ കുറിച്ച് പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന നസീഹത്തായിരുന്നു. അതിലൊന്ന് വിത്ർ നമസ്കാരമാണ്, സ്വലാത്തുൽ വിത്ർ. രണ്ടാമത്തേത് ളുഹാ നമസ്കാരവും. മൂന്നാമത്തേത് 1 മാസം 3 നോമ്പെങ്കിലും എടുക്കുക, അഥവാ അയ്യാമുൽ ബീദിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ 3 നോമ്പെടുക്കുക എന്നുള്ള ഈ 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന വസിയത്തിൽ അത് മുഅ്മിനീങ്ങളോട് എല്ലാവരോടും അത് ശീലിക്കുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഈ ദിവസം മുതൽ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. എന്ത് മാറ്റമാണ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മുടെ നമസ്കാരങ്ങൾ എത്രമാത്രം നമുക്കതിൽ ശ്രദ്ധ പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് കാണുവാൻ സാധിക്കും, നമസ്കാരം ഉപേക്ഷിക്കുന്നവർ, അത് മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് പറയുന്നത് ഒരു വ്യഭിചാരിയേക്കാൾ, ഒരു കള്ളു കുടിക്കുന്ന ആളേക്കാൾ, ഒരു പലിശ തിന്നുന്ന ആളേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം ചെയ്തവരാണ് നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നത്. അവരെ കുറിച്ച് പറയുന്നത് അവരുമായി ഒരു സുഹൃത്ത് ബന്ധം, അവർക്കൊരു വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് പോലും ചെയ്യപ്പെടാൻ പാടില്ല എന്ന് അത്രമേൽ ഗൗരവമായിട്ട് പണ്ഡിതന്മാർ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ അമലുകളെ വിലയിരുത്തണം. പ്രിയമുള്ളവരെ, ദിവസങ്ങൾ എത്ര വേഗതയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ്സിൽ നിന്നുള്ള ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ ആ ഹിസാബ്, നമ്മുടെ അമലുകളുടെ വസ്ന എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുക. അല്ലാഹു അവന്റെ മുത്തഖീങ്ങളായിട്ടുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഈ ദുനിയാവിൽ അവനോടുള്ള ദിക്ർ ജീവിതത്തിലുടനീളം പുലർത്തിക്കൊണ്ട് മരിക്കുവാൻ, യഥാർത്ഥ മുത്തഖീങ്ങളായി മരിക്കുവാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم يسر أسيرنا وبلغ مرادنا واغفر هوائجنا واشف أمراضنا يا شافع الأمراض. اللهم يا ناصر المستضعفين انصر إخواننا المستضعفين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من
أزواجنا ومن ذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. والحمد لله رب العالمين. وأقيموا الصلاة.